अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരാമർശത്തിൽ ഖാദിയാന്റെ പ്രാരംഭ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ കാലത്ത് ഖാദിയാന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ എപ്രകാരമുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം സവാരിക്ക് പോലും പോകുന്നത് ഒരാൾ മാത്രമായിരുന്നു. വഴിയാണെങ്കിൽ കുറ്റിക്കാടിലൂടെയും ഇടുങ്ങിയതുമായിരുന്നു. അതിലൂടെയാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഖാദിയാൻ എപ്രകാരമാണ് പുരോഗതി നേടിയിരിക്കുന്നത്? ഈ പുരോഗതി സാധാരണ സമൂഹത്തിലുണ്ടാകുന്ന പുരോഗതി പോലെയല്ല, മറിച്ച് അല്ലാഹു ആ മഹാത്മാവിനോട് ഈ പുരോഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതാണ്. വലിയ പട്ടണങ്ങളിലും റോഡുകളിലും താമസിക്കുന്നവർ പുരോഗതി നേടുന്നതാണ്. എന്നാൽ ഖാദിയാൻ ഒരു കോണിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. വഴികളുണ്ടായിരുന്നില്ല. എന്നിട്ടും അല്ലാഹു വളർച്ചയെ സംബന്ധിച്ച് അറിയിപ്പ് നൽകി. കൂടാതെ വളരുകയും ചെയ്തു. ഇന്നുള്ള ഖാദിയാനെ നോക്കുകയാണെങ്കിൽ അതിനെ കാണുവാനായി ദൂരത്തു നിന്ന് ആളുകൾ വരുന്നു. ജമാഅത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഖാദിയാനിലെ സ്ഥലം, അതിലെ കെട്ടിടങ്ങളുടെ വിപുലീകരണവും സൗന്ദര്യവും കാരണത്താൽ സർക്കാരിന്റെ ചില സ്ഥാപനങ്ങൾ തങ്ങളുടെ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഇവ ഉപയോഗിക്കുന്നതിനായി അപേക്ഷ നൽകുന്നു. എന്തായാലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ പുരോഗതികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഈ പുരോഗതികളെ പ്രത്യേകപ്പെടുത്തുകയുണ്ടായി. മറ്റു ചില സ്ഥലങ്ങളിൽ വിശദീകരണവും നൽകുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, നോക്കുക, അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിൽ എത്ര വലിയ ദൃഷ്ടാന്തമാണ് കാണിച്ചത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ കാലം ലഭിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾക്കത് ലഭിച്ചു, കാണുകയും ചെയ്തു. ഈ അടുത്ത കാലഘട്ടത്തിലെ അടയാളങ്ങളെ തങ്ങളുടെ ചിന്താദൃഷ്ടിയോടുകൂടി കാണുന്നത് പ്രയാസകരമായ കാര്യമല്ല. മറ്റ് അടയാളങ്ങളെ മാറ്റി നിർത്തി മസ്ജിദ് മുബാറക്കിനെ നോക്കുക. മസ്ജിദ് മുബാറക്ക് ആണെങ്കിൽ ഒരു തൂണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യ കാലഘട്ടത്തിലെ പള്ളിയാണ്. അതിൽ നമസ്കാര സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അതായത് സഫുകളാണ് ഉണ്ടായിരുന്നത്. ഈ ചെറിയ ഭാഗത്ത്
3 ഭിത്തികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് 2 ജനലുകളോട് കൂടിയത്. ആ ഭാഗത്താണ് ഇമാമ് നിൽക്കാറുള്ളത്. അദ്ദേഹം ആ കാലഘട്ടത്തെയാണ് വിവരിക്കുന്നത്. അവിടെ പഴയ ഭാഗവും ഇപ്പോൾ നിലവിലുണ്ട്. തൂണിന്റെ ഭാഗത്ത് ഒരു ഭിത്തി ഉണ്ടായിരുന്നു, അതിന് ഒരു വാതിലുണ്ടായിരുന്നു. ആ ഭാഗത്ത് 2 വരികൾ മാത്രമാണ് നമസ്കരിക്കുന്നവർ നിന്നിരുന്നത്. ഓരോ വരിയിലും, അതായത് ഓരോ സഫിലും 5-7 ആളുകൾക്ക് മാത്രമാണ് നിൽക്കാൻ സാധിച്ചിരുന്നത്. ആ സ്ഥലത്ത് കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു വരിയിൽ മാത്രമായിരുന്നു നമസ്കരിക്കുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 2 വരിയിൽ. അദ്ദേഹം പറയുന്നു, ഞാൻ ഓർക്കുന്നു ഈ സമയത്ത് നമസ്കരിക്കുന്നവർ അധികരിച്ചപ്പോൾ അവസാനത്തെ, അതായത് 3-ാമത്തെ ഭാഗത്ത് നമസ്കരിക്കുന്നവർ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അമ്പരപ്പിന് പരിധികൾ ഉണ്ടായിരുന്നില്ല. അതായത് 15-16 നമസ്കരിക്കുന്നവർ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് പേർ നമസ്കരിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ നിങ്ങൾ സശ്രദ്ധം ആ സ്ഥലം നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ കാദിയാലിൽ താമസിക്കുന്നവരും ഒരുപക്ഷെ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. പോയി നോക്കുക. അവിടെ താമസിക്കുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കുക. ജലസയിൽ പങ്കെടുക്കുന്നവരും അല്ലാതെ പോകുന്നവരും വർഷത്തിൽ പലതവണ പോയിക്കൊണ്ടിരിക്കുന്നവരും അവരും അവിടെ പോയി നിൽക്കുമ്പോൾ ചിന്തയിൽ ആ പഴയ കാലം കൊണ്ടുവരികയാണെങ്കിൽ ഈമാനിൽ തീർച്ചയായും ഒരു പുതുമ കൈവരുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, സഹാബികളുടെ രീതി ചിലപ്പോൾ അവർ പഴയ കാര്യങ്ങൾ ക്രിയാത്മകമായ രീതിയിൽ അനുഭവിച്ചറിയാറുണ്ടായിരുന്നു. അതിനാൽ നിങ്ങളും പോയി നോക്കുക. ഇമാം നിൽക്കുന്ന സ്ഥലം ഒഴിവാക്കി അവിടെ സാങ്കല്പിക ഭിത്തി ഉണ്ടാക്കുക. ബാക്കി സ്ഥലം, അതിലെ സഫുകളെ കുറിച്ച് ചിന്തിക്കുക. അതിൽ 3-ാമത്തെ സഫ് നിലവിൽ വരുമ്പോൾ എത്ര വലിയ വിജയമാണ് ഉണ്ടായതെന്ന് ഓർത്ത് ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അനുമാനിക്കുക. എന്നിട്ട് ചിന്തിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുമ്പോൾ അത് എന്താക്കി മാറ്റുന്നുവെന്ന് നോക്കുക. പിന്നീട് തങ്ങളിലുണ്ടായ ഈ മാറ്റത്തെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഓർക്കുന്നു ചില ബന്ധുക്കളിലും പിന്നീട് ചില മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം എതിർപ്പായിരുന്നു, പിന്നീട് ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ ഒരു പണി കഴിയാത്ത വീടുണ്ടായിരുന്നു. ബാല്യത്തിൽ കളിക്കുന്നതിനായി അതിൽ കയറിയിരുന്നു. അതിൽ കയറുന്നതിനായി ഏത് ഗോവണിയാണ് ഞങ്ങൾക്ക് കയറേണ്ടി വന്നത്, ആ ഗോവണി ഹദ്റത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് മർഹൂമിന്റെ വീടിൽ നിന്നാണ് തുടങ്ങിയിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ പേരമ്മ പിന്നീട് അഹമ്മദിയാകുകയുണ്ടായി. എന്നെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, ദിയാദി കാ വോജി കോക്കോ. എന്റെ മാതാവ് ഹിന്ദുസ്ഥാനിയായ കാരണത്താലും ബാല്യത്തിൽ അറിവില്ലാത്ത കാരണത്താലും ഈ പഞ്ചാബി വാക്കുകളുടെ അർത്ഥം മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇത് സംബന്ധമായി മാതാവിനോട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് കാക്കയുള്ളത് അതുപോലെയായിരിക്കും അതിന്റെ കുഞ്ഞുമുണ്ടാകാം. കാക്ക കൊണ്ടുള്ള ഉദ്ദേശം നൗദുബില്ല നിന്റെ പിതാവാണ്, കോക്കോ എന്നത് നീയാണ്. എന്നാൽ നോക്കുക, ഞാൻ ആ പേരമ്മയെ ഇതെല്ലാം പറഞ്ഞിരുന്നിട്ടും ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോൾ വളരെ മാന്യതയോടെ പെരുമാറുമായിരുന്നു. എനിക്കായി കിടക്ക വിരിച്ചിരുന്നു, ബഹുമാനത്തോടെ ഉപവിഷ്ടനാക്കിയിരുന്നു, വിനയത്തോടെ നോക്കിയിരുന്നു. നിങ്ങൾ ബലഹീനയാണ്, വൃദ്ധയാണ്, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞാലും അവർ പറയും, താങ്കൾ എന്റെ പീറാണ്. അങ്ങനെയുള്ള കാലഘട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കോക്കോ, അതായത് കാക്കയുടെ കുഞ്ഞായിരുന്ന കാലഘട്ടം ഞാൻ കണ്ടിരുന്നു. പിന്നീട് പീറായത് ഞാൻ കണ്ടു. അള്ളാഹു ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എപ്രകാരമാണ് അത് സംഭവിക്കുന്നത്, ഈ എല്ലാ അവസ്ഥകളും നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഈ മനുഷ്യരെ നോക്കുക, അവരിൽ നിന്ന് പ്രയോജനം നേടിയെടുക്കുക, തങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രേമിയായി മാറുന്ന തരത്തിലുള്ള പരിവർത്തനമുണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഹിസ്ബുല്ലായുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഈ സംഭവങ്ങൾ ഈമാനിൽ പുതുമയും ശ്രദ്ധയും ജനിപ്പിക്കുന്നതിന് ഹേതുവായിത്തീരുന്നതാണ്. ഇത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതായി മാറേണ്ടതാണ്. ഇവ അള്ളാഹുവിന്റെ സഹായകരം ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നവരാക്കി നമ്മെ മാറ്റേണ്ടതാണ്. നാമും ഇതിൽ പങ്കാളിയാകേണ്ടതാണ്. പ്രധാനമായും കാദിയാനിൽ വസിക്കുന്ന അഹമ്മദികൾക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മിൽ ഒരുപാട് പേർ ഈ കാര്യം മനസ്സിലാക്കുന്നവരാണ്. ഇതിനെ സംബന്ധിച്ച് സംസാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഹസ്രത്ത് മസീമദ് അലൈഹി സ്വലാം പറഞ്ഞിരിക്കുന്നു, കാദിയാൻ പുരോഗതി കൈവരിക്കുന്നതാണ്. കഴിഞ്ഞ ചില ഖുതുബകളിൽ ഞാൻ സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിശാലത ബിയാസ് നദി വരെ എത്തുന്നതാണ്. ഈ കാര്യം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഒരു സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരിച്ചത്. ഈ മസ്ജിദ് മുബാറക്കിന്റെയും അതിൽ നമസ്കരിക്കുന്നവരുടെയും ചിത്രം ഹസ്രത്ത് മുസ്ലിം മൗഊദ് വരച്ചു കാട്ടി. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മസ്ജിദ് സാധാരണ ഒരു മുറിയുടെ വലിപ്പം മാത്രമാണ് ഉണ്ടായിരുന്നുവെന്നാണ്. ജമാഅത്തിന്റെ പുരോഗതി കൈവരിക്കുന്നതും പള്ളിയിൽ വിശാലത ഉണ്ടാവുന്നതും കൂടാതെ മസീമദ് അലൈഹിസ്സലാം കാദിയാന്റെ വളർച്ചയെയും വിശാലതയെയും സംബന്ധിച്ച് പ്രവചനം ചെയ്തതും ആ മഹാത്മാവിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. യഥാർത്ഥത്തിൽ കാദിയാന്റെ വളർച്ച ഇന്ന് അത്രമാത്രം എത്തിയിട്ടില്ല. എന്നാൽ ഒരുപാട് അടയാളങ്ങൾ പുലരുന്നതായി കാണുമ്പോൾ തീർച്ചയായും ലോകം ഈ അടയാളങ്ങൾ പുലരുന്നതായി കാണുന്ന ഒരു സമയം വരുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നത്തെ കാദിയാൻ അന്നത്തെ കാദിയാനേക്കാൾ ഒരുപാട് വിശാലത കൈവരിച്ചിരിക്കുന്നു. എന്തായാലും കാദിയാൻ വളർന്നു വളർന്ന് ബിയാസ് നദി വരെ എത്തിച്ചേരുന്നതാണ് എന്ന പ്രവചനം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവിധ വീക്ഷണകോണുകളിലൂടെ വിശദീകരണം നൽകിക്കൊണ്ട് ജമാഅത്തംഗങ്ങളെ അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. ഈ ഉത്തരവാദിത്തങ്ങൾ കാദിയാനിൽ താമസിക്കുന്നവരുടെ മാത്രമല്ല, മറിച്ച് എല്ലാ ജമാഅത്തംഗങ്ങളും അത് മുന്നിൽ വെക്കേണ്ടതാണ്. ഒന്നാമതായി അദ്ദേഹം ഈ കാര്യത്തിലൂടെ നമസ്കാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ജനസംഖ്യ കൂടുന്നത് നമസ്കാരവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നുണ്ടാവാം. എന്നാൽ ഇതാണ് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിവരണത്തിലുള്ള മനോഹാരിത. ഒരു വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിവരിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബിയാസ് നദി വരെ എത്തുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് മസീമദ് അലൈഹിസ്സലാം ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു കാദിയാന്റെ ജനസംഖ്യ ബിയാസ് നദി വരെ എത്തിച്ചേരുന്നതാണ്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഈ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാദിയാന്റെ ജനസംഖ്യ 10-12 ലക്ഷത്തിനടുത്ത് തീർച്ചയായും എത്തുന്നതാണ്. ആ കാലഘട്ടത്തിലെ സങ്കല്പമാണ്. എന്നാൽ ഒരുപക്ഷെ അതിലും അധികരിച്ചേക്കാം. 10-12 ലക്ഷം ജനസംഖ്യ ആയാൽ പിന്നെ അതിന്റെ അർത്ഥം ഇതാണ്, 4 ലക്ഷം ആളുകൾ ജുമാ നമസ്കരിക്കുന്നതിനായി എത്തുന്നതാണ്. അദ്ദേഹം പറയുന്നു, എന്റെ വീക്ഷണത്തിൽ ഈ പള്ളി വളരുന്നതാണ്, അതായത് മസ്ജിദ് അക്സ. മറിച്ച് ഈ പള്ളിയിൽ 4 ലക്ഷം ആളുകൾ നമസ്കരിക്കുന്ന തരത്തിൽ ഇതിനെ നമുക്ക് പിന്നെ നിർമ്മിക്കേണ്ടി വരുന്നതാണ്. 4 ലക്ഷം ആളുകൾ ഒരു പള്ളിയിൽ നിറയ്ക്കുക വളരെ വലിയ കാര്യമാണ്. മസ്ജിദ് അക്സയുടെ പുനർനിർമ്മാണം ഉണ്ടായി. ഇനിയും അതിനെ പുനർനിർമ്മിക്കുകയാണെങ്കിൽ, ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ പൊളിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ജനസംഖ്യയ്ക്ക് അവിടെ നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല. പുനർനിർമ്മാണം സാധ്യമാകുന്ന അത്ര നടത്തിയിരിക്കുന്നു. ദാറുൽ മസീഹിന്റെ പ്രദേശങ്ങളും ഭവനങ്ങളും അതിനെയും സംരക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. അതായത്
ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ചില ചരിത്രപ്രധാന കെട്ടിടങ്ങൾ, അതിലെ മുഴുവൻ കെട്ടിടങ്ങളും പൊളിക്കുന്നത് അതിനാൽ സാധ്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം മസ്ജിദ് ഉൾപ്പെടുത്തിയാലും പിന്നെയും അതിൽ 3-4 ലക്ഷം പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ജനസംഖ്യ അത്രമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു വലിയ മസ്ജിദ് കാദിയാനിൽ പണി കഴിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു സമയം വരുന്നതാണ്. അതിൽ 3-4 ലക്ഷം പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ മസ്ജിദ് അക്സ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ചു എന്ന് മാത്രം. അദ്ദേഹം പറയുന്നു, മസ്ജിദ് അക്സയെ സംബന്ധിച്ചാണ് 3-4 ലക്ഷം പേർ ഇതിൽ നമസ്കരിക്കുന്ന തരത്തിൽ ഇതിനെ നിർമ്മിക്കേണ്ടതാണ്. ഇതിനായി 4 വശങ്ങളിലേക്കും ഇതിന് വിശാലത നൽകേണ്ടതാണ്. 4 ഭാഗത്തേക്കും ഇതിനെ നീട്ടാവുന്നതാണ്. ഈ സമയം അദ്ദേഹം നൽകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് പറയുന്നു, ഞാൻ ഖുതുബ നൽകുന്ന സ്ഥലം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള പള്ളിക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളി ഈ പള്ളിയുടെ ഏകദേശം 10-1 ഭാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കുക, അള്ളാഹുവിന്റെ വളരെ വലിയ അനുഗ്രഹമാണ്. ജനങ്ങളുടെ പള്ളികൾ ശൂന്യമായി കൊണ്ടിരിക്കുന്നു, എന്നാൽ നാം നമ്മുടെ പള്ളികൾക്ക് വിശാലത നൽകുന്നു. എന്നിട്ടും അത് ഇടുങ്ങിയതാകുന്നു. ഏതുവരെ എന്നാൽ ജനങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം കിട്ടാറില്ല. പിന്നീട് അദ്ദേഹം തന്റെ ഒരു സംഭവം കേൾപ്പിച്ചു. മുമ്പ് വിവരിച്ചതാണ്. ഒരിക്കൽ എന്നിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയിൽ ഞാൻ ഒരുപാട് ഭയന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അതിൽ എന്റെ തന്നെ തെറ്റായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പിടിക്കപ്പെട്ടു. എന്നാൽ പറയുന്നു, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തു. സംഭവം ഇതാണ്. ഒരിക്കൽ അദ്ദേഹം ജുമാ നമസ്കരിക്കാനായി പോയപ്പോൾ പറയുന്നു, എന്റെ വയസ്സ് 15-16 ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്നതായി കണ്ടു. അയാൾ പറഞ്ഞു, പള്ളിയിൽ നമസ്കരിക്കാൻ ഒട്ടും സ്ഥലമില്ല. അതിനാൽ അയാളുടെ വാക്ക് കേട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ പറയുന്നു, ഞാൻ ളുഹർ നമസ്കാരം നിർവഹിച്ചു. അദ്ദേഹം പറയുന്നു, എന്റെ കഷ്ടകാലത്തിന് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല. പള്ളി നിറഞ്ഞിട്ടുണ്ടോ അല്ലയോ എന്ന് ഞാൻ അന്വേഷിക്കണമായിരുന്നു. അതിൽ ഇരിക്കുന്നതിനോ നിൽക്കുന്നതിനോ സ്ഥലമുണ്ടോ എന്നും അന്വേഷിക്കണമായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ ഇഹ്സാനാണ്. ഞാൻ ബാല്യത്തിൽ തന്നെ നമസ്കാര കാര്യത്തിൽ സ്വയം ബന്ധിച്ചിരുന്നു. ഞാൻ ഇന്നുവരെ ഒരു നമസ്കാരം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം നീ നമസ്കരിച്ചോ ഇല്ലയോ എന്ന് ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടുമില്ല. എനിക്ക് ഓർമ്മ വരുന്നു, എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ സുഹ അഷ്റാഖ് നമസ്കാരത്തിനായി അംഗശുദ്ധി വരുത്തി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ കോട്ട് ധരിച്ചു. അള്ളാഹുവിന്റെ സന്നദ്ധിയിൽ ഒരുപാട് കരഞ്ഞു. ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഒരിക്കലും നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രതിജ്ഞയ്ക്കും ഏറ്റുപറച്ചിലിനു ശേഷം ഞാൻ ഒരിക്കലും ഒരു നമസ്കാരവും ഉപേക്ഷിച്ചിരുന്നില്ല. കുട്ടിയായ കാരണത്താൽ, ബാല്യത്തിലുള്ള വിനോദങ്ങൾ കാരണത്താൽ ചില അവസരങ്ങളിൽ ജമാഅത്തായ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ അലസതയുണ്ടായിരുന്നു. അതിനാൽ ആരോ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എന്നെ സംബന്ധിച്ച് പരാതിപ്പെട്ടു. ഇവൻ നമസ്കാരം കൃത്യതയോടെ ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നതിനായി താങ്കൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാബ് എന്നേക്കാൾ 2 വയസ്സിന് ഇളയതാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിനോദങ്ങൾ ഏർപ്പെടുമായിരുന്നു. ഞങ്ങളുടെ മാതാമഹൻ മിർസ നാസിർ നവാബ് സാഹിബിന്റെ പ്രകൃതം കടുപ്പമേറിയതായിരുന്നു. അതിനാൽ മീർ ഇസ്ഹാഖ് സാഹിബിന്റെ മേൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ നമസ്കാരത്തിനായി ശക്തമായി നിഷ്കർഷിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എന്നെ സംബന്ധിച്ച് ആരോ പരാതിപ്പെട്ടപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഒന്നാമതായി മീർ സാഹിബ് നമസ്കരിക്കുന്നുണ്ടോ? മീർ സാഹിബിനെ സംബന്ധിച്ച് പറയപ്പെട്ടു, മീർ സാഹിബ് തന്റെ പിതാവിന്റെ നമസ്കാരമാണ് നിർവഹിക്കുന്നത്. അതിനാൽ മറ്റുള്ളവർ എന്റെ നമസ്കാരം നിർവഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാനാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ നമസ്കാരത്തെ സംബന്ധിച്ച് എന്നോട് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഞാൻ സ്വയം നമസ്കരിക്കാറാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന്
കുട്ടികൾ മാതാപിതാക്കൾ ഞങ്ങളോട് നമസ്കാരത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ നമസ്കാരത്തിലേക്ക് ശ്രദ്ധ ചെലുപ്പിക്കൽ ഞങ്ങളുടെ ചുമതലയല്ല എന്നും മനസ്സിലാക്കരുത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഇവൻ മുസ്ലിം മൗദിന് അവകാശിയായി തീരുമെന്നും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു. അതിനാൽ ഇവൻ അള്ളാഹുവിന് വേണ്ടി നമസ്കാരം നിർവഹിക്കും എന്ന വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ അള്ളാഹു സ്വയം ഇവനെ പരിഷ്കരിക്കുന്നതാണ്. 11ാമത്തെ വയസ്സിൽ ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ പ്രവൃത്തി, അതായത് നമസ്കാരത്തിനായി വളരെ പ്രയാസപ്പെട്ട് ദുആ ചെയ്തു. അദ്ദേഹത്തിന് നമസ്കാരത്തിലേക്ക് ശ്രദ്ധയുണ്ടായിരുന്നതിനുള്ള ഒരു തെളിവാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു, ഇതിനുശേഷം അതായത് അള്ളാഹു ആ അവസരത്തിൽ അള്ളാഹു എന്റെ അലസതയെ ദൂരീകരിക്കണമായിരുന്നു. ചില അലസത കാരണം ചില നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിരുന്നു. അതിനെ ദൂരീകരിക്കണമായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, അതായത് ജുമാ നമസ്കരിക്കാതെ ഞാൻ തിരിച്ചു വന്നിരുന്നു, മഹ്മൂദ് ഇവിടെ വാ. ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ജുമാ നമസ്കരിക്കാൻ പോയില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ നമസ്കരിക്കാനായി പോയിരുന്നു, എന്നാൽ മസ്ജിദ് നിറഞ്ഞിരിക്കുന്നതായി മനസ്സിലായി. അവിടെ നമസ്കരിക്കാൻ തീരെ സ്ഥലമുണ്ടായിരുന്നില്ല. ഞാൻ മറുപടി നൽകുന്നതിന് വേണ്ടി പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറയുന്നു, ഹൃദയം ഒരുപാട് ഭയപ്പെട്ടിരുന്നു. മറ്റൊരാളുടെ വാക്കിൽ എന്തുകൊണ്ട് വിശ്വാസം അർപ്പിച്ചു? അയാൾ സത്യമാണോ അസത്യമാണോ പറഞ്ഞതെന്ന് അറിയില്ല. സത്യമാണെങ്കിൽ നല്ലത്, എന്നാൽ അയാൾ അസത്യമാണ് പറഞ്ഞതെങ്കിൽ, കാരണം ഞാൻ അയാളുടെ വാക്കാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ എന്റേതായി അവതരിപ്പിച്ചത്. അതിനാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം എന്നോട് കോപിക്കുന്നതാണ്. നീ കളവ് എന്തിനാണ് പറഞ്ഞത്? പറയുന്നു, ഞാൻ മനസ്സിൽ ഒരുപാട് പരിഭ്രമപ്പെട്ടു. എന്നറിയില്ല ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം എന്താണ് പറയുക. ഈ സമയത്ത് ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് നമസ്കാരത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദർശിക്കാനായി വന്നു. അദ്ദേഹത്തിന്റെ വൃക്കയിൽ വേദനയുണ്ടായ കാരണത്താൽ ജുമാ നമസ്കരിക്കാൻ പോയിരുന്നില്ല. ഇന്ന് എന്താണ് സംഭവിക്കുക എന്നറിയാൻ ഞാൻ സമീപത്തോടു കൂടി ചുറ്റി നടന്നിരുന്നു. അദ്ദേഹം വന്നയുടൻ തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് ജുമയിൽ ആളുകൾ അധികമായിരുന്നു, പള്ളിയിൽ നമസ്കരിക്കാൻ തീരെ സ്ഥലമുണ്ടായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യം കേട്ടയുടൻ ഹൃദയമിടിപ്പ് അധികരിച്ചു. അയാൾ എന്നോട് പറഞ്ഞ സത്യമാണോ കളവാണോ എന്ന ചിന്തയുണ്ടായി. എന്നാൽ അള്ളാഹു എന്റെ അന്തസ് കാത്തു. മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂമിന് അള്ളാഹുവിനോട് നന്ദി പറയുന്ന ശീലം വളരെ കൂടുതലായിരുന്നു. അദ്ദേഹം അത് കേട്ടയുടൻ പറഞ്ഞു, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഹുസൂർ. മസ്ജിദ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിൽ ഇരിക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ അഹമ്മദ് എന്നോട് പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹു നമ്മുടെ പുരോഗതിക്കായി തിരഞ്ഞെടുത്ത മാർഗം ഇതാണ്. നമ്മുടെ പള്ളികൾ വളരുകയും ജനങ്ങളെ കൊണ്ട് അത് എപ്പോഴും നിറയ്ക്കുകയും ചെയ്യുക. എപ്പോൾ നിങ്ങൾ മസ്ജിദ് ജനസാന്ദ്രമാക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്കും പുരോഗതി ലഭിക്കുന്നതാണ്. പള്ളികൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ്. അതിനാൽ ഖാദിയാന്റെ വികാസവും ജമാഅത്തിന്റെ പുരോഗതിയുടെ വികാസവും വെറും സ്ഥാനത്തിന്റെയോ സംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ വികാസത്തിന്റെ അടിത്തറ നമ്മുടെ ഭവനങ്ങളുടെ നിർമ്മാണത്തോടൊപ്പം ദൈവീക ഭവനങ്ങളുടെ ജനസാന്ദ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഓരോ അഹമ്മദിയും, അത് ഖാദിയാനിൽ വസിക്കുന്നവരാണെങ്കിലും ശരി, ഖാദിയാന്റെ പുരോഗതി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റബുവയിൽ താമസിക്കുന്നവരാണെങ്കിലും ശരി, റബുവയുടെ പുരോഗതി കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ പോലും ജമാഅത്തിന്റെ വളർച്ചയിൽ അംഗമാകണമെങ്കിൽ, ജമാഅത്തിന്റെ പുരോഗതി കാണണമെങ്കിൽ, തങ്ങളുടെ താമസത്തോടൊപ്പം പള്ളികളെ ജനസാന്ദ്രമാക്കുന്നതും അങ്ങേയറ്റം നിർബന്ധമാണ്. ഈ പുരോഗതി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെയാണ് ലഭിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം അവന്റെ ഭവനത്തിൽ താമസിക്കുന്നതിനുള്ള കടമകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് നമുക്കത് ലഭിക്കുക.
അതിനാൽ ഇന്ന് നാം പള്ളി നിർമ്മാണത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും പള്ളികൾ ഇക്കാരണത്തിൽ ചെറുതായി എല്ലാവിധ ശ്രമങ്ങളും അതിനായി നടത്തേണ്ടതാണ്. അള്ളാഹുവിനോട് കലർപ്പില്ലാത്ത സ്നേഹം ഉണ്ടാകുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കട്ടെ. നാം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ എല്ലാ പ്രവചനങ്ങളും സ്വയം പൂർത്തിയാക്കുന്നവരെ നോക്കിക്കാണുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നീട് ഹസ്രത്ത് മുസ്ലിം മൗദ് പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ, അതായത് ഖാദിയാന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള പ്രവചനത്തിലൂടെ അതിന്റെ ചിത്രം കൂടുതൽ വരച്ചു കാട്ടിയിരിക്കുന്നു. ഖാദിയാന്റെ അവസ്ഥ മുമ്പ് എന്തായിരുന്നു പറയുന്നു. ഞാൻ ഖാദിയാന്റെ വളർച്ചയെ സംബന്ധിച്ചുള്ള പ്രവചനത്തെക്കുറിച്ച് പറയുന്നതാണ്. പിന്നീട് പറയുന്നു, ഹദ്റത്ത് അഖ്ദസിനോട് പറഞ്ഞിരുന്നു, ഖാദിയാൻ വളർന്നു വളർന്ന് വലിയ ഒരു പട്ടണമായി മാറുന്നതാണ്. മുംബൈ, കൽക്കട്ട പോലുള്ള പട്ടണങ്ങളെ പോലെ 9-10 ലക്ഷം വരെ ജനസംഖ്യ ഉണ്ടായിത്തീരുന്നതാണ്. അതിന്റെ വിശാലത വടക്ക് കിഴക്ക് വ്യാപിച്ച് വിയാസ് വരെ എത്തിച്ചേരുന്നതാണ്. അത് ഖാദിയാനിൽ നിന്ന് 9 മൈൽ ദൂരം ഒഴുകുന്ന ഒരു നദിയുടെ പേരാണ്. ഈ പ്രവചനം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ സമയത്ത് ഖാദിയാന്റെ അവസ്ഥ, അവിടുത്തെ ജനസംഖ്യ 2000-നടുത്തായിരുന്നു. 3-4 കെട്ടിടങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം താൽക്കാലിക ഭവനമായിരുന്നു. വീടുകളുടെ വാടക ആണെങ്കിൽ 4-5 ആണയ്ക്കോ ലഭിക്കുമാറ് വളരെയധികം നിലവാരം താഴ്ന്നിരുന്നു. ഇനി സ്ഥലത്തിന്റെ അവസ്ഥ, 10-12 രൂപയ്ക്ക് നല്ല നിലയിലുള്ള ഒരു വീട് പണിയുന്നതിനുള്ള സ്ഥലം ലഭിച്ചിരുന്നു. ബസാറിന്റെ അവസ്ഥയാണെങ്കിൽ 2-3 രൂപയുടെ ആട്ടമാവ് ഒറ്റ പ്രാവശ്യം തന്നെ ലഭിക്കുമായിരുന്നില്ല. കാരണം ജനങ്ങൾ ഭൂവുടമകളായിരുന്നു. മാവ് വെക്കുന്നതിന് പകരം ഗോതമ്പും മറ്റ് ധാന്യങ്ങളും ആട്ടുകല്ലിൽ പൊടിച്ചാണ് റൊട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിനായി സർക്കാർ വകയായി ഒരു മദ്രസയുണ്ടായിരുന്നു. അതാണെങ്കിൽ പ്രൈമറി വരെ മാത്രം. അതിലെ ചില അധ്യാപകർ ചില സമയങ്ങളിൽ തപാൽ ഓഫീസിലും ജോലി ചെയ്തിരുന്നു. തപാൽ ആഴ്ചയിൽ ഒരവസരത്തിൽ മാത്രമാണ് വരിക. എല്ലാ വീടുകളും നഗരപരിധിക്കുള്ളിലായിരുന്നു. ഈ പ്രവചനം പൂർത്തിയാകുന്നതിനായി പ്രത്യക്ഷത്തിൽ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. കാരണം ഖാദിയാൻ തീവണ്ടിയിൽ നിന്നും 11 മൈൽ ദൂരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ 11 മൈലുകൾ അകലെയായിരുന്നു. അതിലെ വഴികളാണെങ്കിൽ താൽക്കാലികമായിരുന്നു. ഏത് പ്രദേശത്താണ് തീവണ്ടി ഉള്ളത്, അതിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണവും അതിലെ ജനസംഖ്യയുമാണ് വർദ്ധിക്കുന്നത്. വഴികളും ട്രെയിനുമുള്ള സ്ഥലത്താണ് പുരോഗതി ഉണ്ടാകുന്നത്. ഒരു ഫാക്ടറിയും ഖാദിയിൽ ഉണ്ടായിരുന്നില്ല. അതിലൂടെ തൊഴിലാളികളുടെ പെരുപ്പം കാരണം പട്ടണത്തിലെ ജനസംഖ്യ കൂടുന്നതാണ്. ഖാദിയാനിൽ പുരോഗതി ഉണ്ടാകുന്നതിനായി ഒരു സർക്കാർ സ്ഥാപനവും ഖാദിയാനിൽ ഉണ്ടായിരുന്നില്ല. ജില്ലയുടെയോ താലൂക്കിന്റെയോ രൂപീകരണം ഉണ്ടായിരുന്നില്ല. ഏതുവരെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജനവാസം മെച്ചപ്പെടുത്തുന്നതിനായി ഖാദിയാനിൽ ഒരു വിധത്തിലുള്ള അങ്ങാടിയും ഉണ്ടായിരുന്നില്ല. ഈ പ്രവചനം ചെയ്യുന്ന അവസരത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ 100 കണക്കിന് മാത്രമായിരുന്നു. അവരോട് കൽപ്പന നൽകിക്കൊണ്ട് ഇവിടെ താമസിച്ച് പട്ടണമുണ്ടാക്കാനും സാധിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവചനത്തിൽ ചിന്തിക്കുന്നവർ ഇന്നത്തെ ഖാദിയാനെ നോക്കുക. അത് ബിയാസ് വരെ വ്യാപിച്ചിട്ടില്ല. എന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുരോഗതി നേടിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ഖാദിയാനെ നോക്കുകയാണെങ്കിൽ ഈ കാര്യത്തെ ഒരു ബുദ്ധിമാൻ ദൃഷ്ടാന്തമായി മനസ്സിലാക്കുന്നതാണ്. ബുദ്ധിയും നീതിയുടെ ദൃഷ്ടിയും ഉണ്ടായിരിക്കണമെന്നതാണ് നിബന്ധന. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ തീർച്ചയായും വർധനവുണ്ടാകുന്നതിന് കാരണമാകുന്നു. എന്നാൽ അന്യരെയും ഇതിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ചില ഗവേഷകർ ഇവിടെ നിന്ന് പോകുന്നു. ഒരാൾ ഇവിടെ നിന്ന് ഇസ്ലാം എന്ന വിഷയത്തിൽ വളരെ പ്രഗത്ഭനായി കണക്കാക്കിയിരുന്ന പ്രൊഫസറാണ്. അദ്ദേഹം അഹമ്മദിയത്തിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നതിനായി അഹമ്മദിയത്തെ സമർപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായി ഖാദിയാനിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം തന്റെ അനുഭവം എഴുതുകയുണ്ടായി. ആ അനുഭവം കണ്ട്
ആളുകൾ അത്ഭുതപ്പെടുന്നതാണ്. എപ്രകാരമാണ് അന്യർ പോലും ചില അതിസൂക്ഷ്മ കാര്യങ്ങൾ ചെന്നുകൊണ്ട് ആശയങ്ങൾ നേടിയെടുക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതാണ്. മറ്റൊരു അവസരത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ദൃശ്യം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഖാദിയാന്റെ പുരോഗതിയെ സംബന്ധിച്ച് ദർശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഖാദിയാന്റെ എല്ലാവിധ പുരോഗതിയും ആ മഹാത്മാവിനെ ദർശനയോഗ്യമാക്കി എന്ന അർത്ഥമില്ല. എന്നാൽ അദ്ദേഹം കണ്ടതിലും കുറച്ചു മാത്രം ഖാദിയാനിൽ പുരോഗതി ഉണ്ടാവുക സാധ്യമല്ല. കൂടുതലായി സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തിന് വിരുദ്ധമാകുന്നതല്ല, മറിച്ച് അതിന്റെ മഹിമയെയും മഹത്വത്തെയും വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഈ സ്വപ്നം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ദർശിച്ചു. ഇതിനർത്ഥം ഖാദിയാൻ അതിലും കൂടുതലായി അഭിവൃദ്ധി നേടുകയില്ല എന്നല്ല. ചിലപ്പോൾ ബിയാസ് നദി ഖാദിയാന്റെ ഉള്ളിൽ ഒഴുകുന്ന ഒരു ചെറിയ തോടായി മാറുന്ന അവസ്ഥയിലേക്കായിരിക്കും ഖാദിയാൻ പുരോഗതി നേടുക. ഖാദിയാനിലെ ജനവാസം ബിയാസും കടന്ന് ഹോഷിയാർപൂർ ജില്ലയിലേക്ക് വ്യാപിക്കുന്നതായിരിക്കാം. ഖാദിയാനിൽ ജമാഅത്തിന്റെ കെട്ടിടങ്ങളിൽ ആധിക്യമുണ്ടാകുന്നു. അവിടെ ഓഫീസുകൾക്ക് പുറമെ പ്രവർത്തകരുടെ താമസ സൗകര്യത്തിനായി ഫ്ളാറ്റുകളും ക്വാർട്ടേഴ്സുകളും നിർമ്മിച്ചു വരുന്നു. മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഖാദിയാനിൽ താമസിക്കുന്നവർക്ക് അല്ലാഹു തആല അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തി തൗഫീക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. വലുതും വിശാലവുമായ ഭവനങ്ങൾ ഉണ്ടാക്കുന്നതിനായി തൗഫീക്ക് നൽകുന്നു. ഇതുകൂടാതെ ഇന്ത്യയിലെ സമ്പന്നരായ അഹമ്മദികളും തങ്ങളുടെ കെട്ടിടങ്ങളും ഭവനങ്ങളും അവിടെ നിർമ്മിക്കുന്നു. കൂടാതെ ലോകത്ത് വസിക്കുന്ന അഹമ്മദികൾക്കും ഇതിലേക്ക് ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം അതിനെ ഓരോ അഹമ്മദിയും മുന്നിൽ വെക്കേണ്ടതാണ്. അതായത് എല്ലാ അഭിവൃദ്ധിയുടെയും രഹസ്യം അല്ലെങ്കിൽ പുരോഗതിയുടെ ഭാഗവാക്കാകാനുള്ള രഹസ്യം അള്ളാഹുവിന്റെ ഭവനത്തെ ജനനിബിഡമാക്കുകയും അതുമായി ബന്ധം സ്ഥാപിക്കുന്നതിലുമാണ്. എവിടെയെങ്കിലും അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു അവരെയും ഉപേക്ഷിക്കുന്നതാണ്. ഇത് ഖാദിയാന്റെ പുരോഗതിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് ജമാഅത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പള്ളിയെ ജനനിബിഡമാക്കി ചെറുതാക്കുക, അള്ളാഹുവിന്റെ സഹായത്തിനും പിന്തുണയിലും പ്രതീക്ഷ അർപ്പിക്കുക. നാം എപ്പോഴും ഓർക്കേണ്ടത് ഖാദിയാന്റെ പുരോഗതി മാത്രമല്ല, മറിച്ച് ജമാഅത്തിന്റെ എല്ലാ തലത്തിലുള്ള പുരോഗതിയെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ വാഗ്ദാനമുള്ളതാണ്. നാം ഒരു പ്രവചനം പുലർന്നതായി കാണുമ്പോൾ മറ്റു പ്രവചനവും പുലരുന്നതാണ് എന്ന വിശ്വാസം നമ്മിൽ അധികരിക്കുന്നു. ഈ സമയങ്ങളിൽ ചില സാഹചര്യം കാരണത്താൽ ചിലരുടെ ഹൃദയങ്ങളിൽ വേവലാതി ഉണ്ടാകുന്നു. സ്വയം ചില അനുമാനത്തിൽ അതിന്റെ കീഴിൽ തീരുമാനമെടുക്കുന്നു, ഈ കാര്യം ഇന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പുലരുന്നതാണ്. ചില പ്രയാസമേറിയ അവസ്ഥയിൽ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് പരിഭ്രമപ്പെടുന്നു. ഇന്ന് തന്നെ പാകിസ്ഥാനിൽ നിന്നിൽ ഒരു വാർത്ത വന്നു. പഞ്ചാബ് സർക്കാർ തങ്ങളുടെ വീക്ഷണത്തിൽ ചില പുസ്തകങ്ങൾ വിവിധ ഗ്രൂപ്പുകളുടെ വിവിധ വിഭാഗത്തിന്റെ ഗ്രൂപ്പിസം അവസാനിപ്പിക്കുന്നു എന്ന പേരിൽ ബാൻ ചെയ്തിരിക്കുന്നു. അതിൽ ചിലത് ജമാഅത്തിന്റെ പുസ്തകങ്ങളാണ്. അതിന് ഗ്രൂപ്പിസവുമായി യാതൊരു ബന്ധവുമില്ല. അതിൽ അൽ ഫസൽ, റുഹാനി ഖസായിൻ എന്നിവ ഉണ്ട്. അക്ഷരജ്ഞാനമില്ലാത്ത മൗലവിമാരുടെ വാക്കിന്റെ പുറത്ത് സർക്കാർ അതിന്റെ മേൽ ബാൻ ചെയ്തു. മൗലവി എന്താണ് പറയുന്നത് അത് സർക്കാർ അംഗീകരിക്കുന്നു. എപ്രകാരമാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം തന്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തിന്റെ മനോഹാരിത വർണ്ണിച്ചതെന്ന് ഒരിക്കലും ഇവർ വായിച്ചറിയുകയില്ല, അവർ അതിൽ ചിന്തിക്കുകയുമില്ല. എപ്പോഴും ഇസ്ലാമിനെയാണ് ആ മഹാത്മാവ് പരിരക്ഷിച്ചിട്ടുള്ളത്. മൗലവിമാരെയും മുസ്ലിങ്ങളെയും അന്യമതസ്ഥരെയും ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തി. എന്നാൽ ഏതായാലും നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അല്ലാഹു പലതവണ പറഞ്ഞിരിക്കുന്നു, ഇന്നി മഹാൽ അഫ്വാജി യഹ്തീക ബഹ്താതൻ. അല്ലാഹുവിന്റെ സഹായം അപ്രതീക്ഷിതമായി വരുന്നതാണ്.
ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു സംബന്ധമായി പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് ആ സഹായം എപ്പോഴാണ് വരുന്നതെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. നിങ്ങൾ നാളെയും ആ സഹായം എപ്പോഴാണ് വരുന്നതെന്ന് സങ്കല്പിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ തഹജ്ജുദിനായി എഴുന്നേൽക്കുമ്പോൾ ഇനിയും നിലങ്ങൾ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇനിയും എത്ര ദൂരം പോകേണ്ടി വരുമെന്നറിയില്ല. സുബഹി നമസ്കാരം നിർവഹിക്കുമ്പോൾ പ്രയാസത്തിനുമേൽ പ്രയാസം മാത്രമാണ് കാണുക. സൂര്യൻ ഉദിക്കുന്നതോടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ സമീപത്ത് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് പിന്നെ പ്രയാസങ്ങളുടെ മേൽ പ്രയാസമായിരിക്കും കാണുവാൻ സാധിക്കുക. അതിനാൽ ഈമാനെ പ്രബലപ്പെടുത്തുക, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക, തങ്ങളുടെ ഈമാന്റെ പ്രബലതയ്ക്ക് വേണ്ടി ദുആയും ചെയ്തുകൊണ്ടിരിക്കുക. സൂര്യൻ ഉദിക്കുന്നതാണ്, തീർച്ചയായും ഉദിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും വന്നു ചേരുന്നതാണ്, വരുന്നതാണ്. മറ്റു ചില കാര്യങ്ങളും സമർപ്പിക്കുകയാണ്. വഖഫിനോ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി, ഖബറിൽ പൂക്കളുടെ പുതപ്പോ അല്ലെങ്കിൽ പൂക്കളോ വെക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് അനുവദനീയമാണ്. ഞാൻ അതിന് മറുപടി നൽകിയിരുന്നു, ഇത് അനാവശ്യ കാര്യമാണ്, ബിദ്അത്താണ്, അതിൽ നിന്ന് രക്ഷ നേടേണ്ടതാണ്. അതിൽ നിന്ന് യാതൊരു പ്രയോജനവുമില്ല. ജനങ്ങൾ ഖാദിയാനിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ മിസാറിലും അവിടെ ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. മുമ്പും ചെയ്തിരുന്നു, പിന്നീടും ചെയ്യാൻ തുടങ്ങി. അതിനാൽ അഴികൾ ഉണ്ടാക്കി ഈ ബിദ്അത്ത് വ്യാപിക്കാതിരിക്കാൻ ആ സ്ഥലം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അറിയാനിടയായി. എന്നോട് പറയപ്പെട്ടിരുന്നു, ചില ആളുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഖബറിൽ നിന്ന് ബർക്കത്തിന് വേണ്ടി മണ്ണ് വാരിക്കൊണ്ടുപോകുന്നു. ചിലർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഖബറിൽ പൂക്കൾ വെക്കുന്നു. ഇതെല്ലാം തന്നെ അനാവശ്യമായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് പ്രയോജനമൊന്നും തന്നെ കിട്ടുന്നതല്ല, വിശ്വാസം നശിച്ചു പോകുന്നതാണ്. ഖബറിൽ പൂക്കൾ വെക്കുന്നത് മൂലം മരിച്ചവർക്ക് എന്ത് ലഭിക്കാനാണ്? അവരുടെ ആത്മാവ് ഈ ഖബറിൽ ഉണ്ടായിരിക്കുന്നതല്ല, അത് മറ്റൊരു സ്ഥലത്തായിരിക്കും. ആത്മാവിന് ഈ പ്രത്യക്ഷ ഖബറുമായി ഒരു ആകർഷണം ഉണ്ടായിരിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. ബന്ധം തീർച്ചയായും ഉണ്ട്. ഈ കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഏത് ലോകത്താണെങ്കിലും ആ ആത്മാവിന് ഈ പ്രത്യക്ഷ ഖബറുമായി ഒരു ബന്ധം അള്ളാഹു ഉണ്ടാക്കുന്നു. ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിക്കൽ ഒരു യോഗി വര്യന്റെ ഖബർ സന്ദർശിക്കാനായി പുറപ്പെട്ടു. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യുമ്പോൾ ഖബർവാസി ഖബറിൽ നിന്ന് പുറത്തു വന്ന് എന്റെ മുന്നിലായി വന്നിരുന്നു. എന്നാൽ ഇതിനർത്ഥം ആ ആത്മാവ് ഈ മണ്ണുകൊണ്ടുള്ള ഖബറിൽ നിന്ന് പുറത്തു വന്നു എന്നതല്ല, മറിച്ച് പ്രത്യക്ഷമായ ആകർഷണത്താൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഖബറിന് മുന്നിലായി നിന്നപ്പോൾ അള്ളാഹു ആ യോഗ്യവര്യനെ തന്റെ യഥാർത്ഥ ഖബറിൽ നിന്ന് ആ മഹാത്മാവിന്റെ സമീപത്ത് വരുന്നതിനായി അനുവാദം നൽകിയതാണ്. ആ ഖബറിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന ഇപ്രകാരമാണ്, സുമ്മ അമാതു ഫക്ബറ, അവനെ മരിപ്പിച്ചതിനു ശേഷം ഖബറിൽ പ്രവേശിപ്പിച്ചു. ഖബറിൽ മനുഷ്യൻ മരിച്ചതിനു ശേഷം ആത്മാവ് അവിടെ വെക്കുന്നു. ആ ഖബറുമായി അവന്റെ ബന്ധമുണ്ടാകുന്നു. ആ ബന്ധത്തെ സംബന്ധിച്ച് അതിനായി ദുആ ചെയ്യുന്നു. എന്നാൽ ഭൗതിക ഖബറിൽ ആ ഖബറുമായും അവന് ബന്ധമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലും ദുആ ചെയ്യുന്നു. അതല്ലാതെ പൂക്കൾ വെക്കുന്നതും യാതൊരു പ്രാധാന്യം അർഹിക്കുന്നതല്ല. ആ യോഗ്യവര്യന് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ഒരാവേശം ജനിച്ചിരിക്കാം. അക്കാരണത്താൽ അള്ളാഹു ആ യോഗ്യവര്യനെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും ആ ഖബറിലേക്ക് അയച്ചു. അങ്ങനെ ആ ഖബറിന്റെ മുകളിൽ വന്നു. അത് ആ മഹാത്മാവ് കശ്ഫിലൂടെ ദർശിച്ചു. ചില നിവേദനങ്ങൾ വരുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അവിടെയുള്ള പഴമക്കാരോട് ഈ യോഗ്യവര്യന്റെ ആകാരഭംഗിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പഴമക്കാരിൽ നിന്ന് കൈമാറി വിവരമായിരുന്നു. അത് തികച്ചും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ദർശിച്ചതുപോലെ കണ്ണുകളുടെ രൂപവും മുഖലക്ഷണവും എല്ലാം തന്നെ ഒന്നു തന്നെയായിരുന്നു. പൂക്കൾ ആത്മാവിനോ ഖബറിനോ യാതൊന്നും നേടിക്കൊടുക്കുകയില്ല. എന്നാൽ ദുആ പ്രയോജനം നൽകുന്നതാണ്, അത് നിർവഹിക്കേണ്ടതാണ്. ലോകത്ത് നാം കാണുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഖബറിൽ മണ്ണായി മാറുന്നു. ഇത് പ്രകൃതി നിയമമാണ്. ഈ അവസ്ഥയാണെങ്കിൽ അവന് ഈ ഭൗതികമായ പൂക്കൾ എന്ത് സുഗന്ധമാണ് നൽകുക?
ആത്മാവ് തന്റെ രക്ഷാശിക്ഷയ്ക്കായി അള്ളാഹുവിന്റെ സമീപത്ത് ഹാജരാകുന്നതാണ്. അതിന്റെ നല്ല പ്രതിഫലത്തിനായി ദുആ ചെയ്യേണ്ടതാണ്. അങ്ങനെ അള്ളാഹു അതിനോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. ഒരു രീതിയിലുള്ള മുശ്രിക്കായ പ്രവർത്തനങ്ങളും ഖബർസ്ഥാനിൽ പോയി ചെയ്യരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ അങ്ങനെ ചെയ്യുന്നവരല്ല. എന്നാൽ ചില അവസരങ്ങളിൽ സംഭവിക്കുന്നു. ഇവിടെയും ചില ആളുകൾ പൂക്കൾ വെക്കാറുണ്ട്. നിഷ്പ്രയോജനകരമായ പ്രവൃത്തിയാണ്. നമ്മുടെ ഖബറുകളിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതല്ല. മറ്റൊരു സംഭവം, ഇത് മുസ്ലിം മൗദ് വിവരിച്ചതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം എന്റെ ഗ്രന്ഥം ഇസ്ലാം തത്വജ്ഞാനം എഴുതുന്നതും അത് വായിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സംഭവമാണ്. ചിലർ പ്രകൃതത്തിൽ തന്നെ വക്രതയുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അവരിൽ പിന്നീടല്ല വക്രത ഉണ്ടാകുന്നത്, മറിച്ച് ആദ്യം മുതൽ അവരിൽ വക്രത ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ അവസാനവും അള്ളാഹു നല്ലതാക്കുന്നതല്ല. അദ്ദേഹം പറയുന്നു, 1897 ലാഹോറിൽ സർവമത സമ്മേളനത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമും അതിൽ പ്രബന്ധം തയ്യാറാക്കുന്നതിനായി പറയപ്പെട്ടപ്പോൾ ഖാജ സാഹിബും ഈ സന്ദേശം കൊണ്ടുവരികയുണ്ടായി. ആ ദിവസങ്ങളിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് അസുഖം ആയിരുന്നു. ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി ആ മഹാത്മാവ് പ്രബന്ധം എഴുതാൻ തുടങ്ങി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ആ പ്രബന്ധം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഖാജ സാഹിബിന് നൽകിയപ്പോൾ അതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നില്ല, നിരാശാബോധം പ്രകടിപ്പിച്ചു. ഈ ഉപന്യാസം വിലമതിക്കപ്പെടുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടു, പരിഹാസത്തിന് കാരണമാകുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞിരുന്നു, ഉപന്യാസം ഉന്നതമായിരിക്കുന്നതാണ്. അങ്ങനെ ഇതിനു മുമ്പായി തന്നെ ഈ ഇൽഹാമിനെ സംബന്ധിച്ചൊരു ലഘുലേഖ തയ്യാറാക്കി ലാഹോറിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ലഘുലേഖ തയ്യാറാക്കി മുഴുവൻ ലാഹോറിൽ വിതരണം ചെയ്യുന്നതിനായി ഖാജ സാഹിബിനെ നൽകിയപ്പോൾ അതോടൊപ്പം ഖാജ സാഹിബിനെ സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാലും അദ്ദേഹം തീരുമാനമെടുത്ത കാരണത്താൽ ഖാജ സാഹിബ് ഉപന്യാസം മറ്റുള്ളവർക്ക് നിഷ്പ്രയോജനവും നിഷ്ഫലവുമാണ്, അതിനായി അത് സ്വയം വിതരണം ചെയ്യുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്തില്ല. അവസാനം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ചില പ്രധാന വ്യക്തികൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ രാത്രിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കുറച്ചു ലഘുലേഖ മതിലുകളുടെ മുകൾ വശത്ത് ഒരാളും വായിക്കാത്ത തരത്തിൽ പതിപ്പിച്ചു. അതുപോലെ കൽപ്പന നടക്കാക്കിയെന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് പറയുന്നതിനു വേണ്ടിയായിരുന്നു. ഖാജ സാഹിബിന്റെ വീക്ഷണത്തിൽ ഈ ഉപന്യാസം ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഉന്നതമാണ്, ഇത് വലിയ ഗവേഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള നിലവാരമില്ലാത്തതാണ് എന്നതായിരുന്നു. അവസാനം ഈ ഉപന്യാസം വായിക്കേണ്ട ദിവസം വന്നെത്തി. ഉപന്യാസം കേൾപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ കുറച്ചു മിനിറ്റ് മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ചരിത്രത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ജനങ്ങൾ പ്രതിമകളായി മാറി. അവരതിൽ ലയിച്ചു ചേർന്നു. നിശ്ചിത സമയം കഴിഞ്ഞു. ജനങ്ങളുടെ താൽപര്യത്തിൽ യാതൊരു കുറവും സംഭവിച്ചില്ല. സമയം നീട്ടിവെച്ചു. അത് ചെയ്യാതെ വന്നു. അവസാനം ജനങ്ങളുടെ ആവശ്യപ്രകാരം സമ്മേളനത്തിനായി ഒരു ദിവസം അധികരിക്കപ്പെട്ടു. ആ ദിവസം മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ലെക്ചർ അവസാനിച്ചു. വിരോധികളും സുഹൃത്തുക്കളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ലെക്ചർ വളരെ ഉന്നതമായിരുന്നു. അള്ളാഹു പറഞ്ഞ കാര്യം പുലർന്നു. എന്നാൽ ഈ മഹനീയമായ പ്രവചനത്തെ ഖാജ സാഹിബിന്റെ ബലഹീനമായ ഈമാൻ മറയിട്ടു. ഇനി നാം സംഭവം കേൾപ്പിക്കാം. ഒരുപക്ഷെ നാം ഈ പ്രബന്ധം കേൾപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രഭാവത്തെക്കാൾ ആ ലഘുലേഖ മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചാൽ ആ സമയത്തെ സമൂഹത്തിൽ ഈ പ്രവചനത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ഉന്നതമായിരിക്കുമെന്ന് ഓരോ മനുഷ്യനും എളുപ്പത്തിൽ അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. ഖാജ സാഹിബ് വിദ്യാസമ്പന്നാണ്, പറയപ്പെടുന്നു, വക്കീലായിരുന്നു. എന്നാൽ അഹങ്കാരം ജനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ തന്റെ ബുദ്ധിയെ വിലമതിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന്റെ ബുദ്ധിയിൽ ഒരു മറ ഉണ്ടാകുന്നതാണ്. അത് മനുഷ്യനെ പൂർണമായും ബുദ്ധിശൂന്യനും ഒന്നിനും കൊള്ളാത്തവനുമാക്കി മാറ്റുന്നു. ഈ പ്രബന്ധം ഇന്നും നാം അന്യരായ വിദ്യാസമ്പന്നർക്ക് നൽകുമ്പോൾ അതിന്റെ ജ്ഞാനവൈഭവത്താൽ അത് വായിച്ച് ഇസ്ലാമി അധ്യാപനങ്ങളുടെ പ്രഭാവം അന്യരിലുണ്ടാക്കുന്നു. മറിച്ച് ഒരുപാട് പേരോട് നാം അഹമ്മദീയത്ത് സ്വീകരിക്കാനുള്ള കാരണം ആരായുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഇസ്ലാം മതജ്ഞാനം വായിച്ചു,
അതിനുശേഷമാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. എന്നാൽ ഖാജാ സാഹിബിന്റെ ദൃഷ്ടിയിൽ ഇത് പരിഹാസത്തിന് ഹേതുവാകുന്നു എന്നാണ്. മറ്റൊരു കാര്യം, ഒരു ഭാഗത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിലാണെന്ന വാദം, എന്നാൽ അതോടൊപ്പം തന്നെ ആ മഹാത്മാവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാലും അള്ളാഹുവിന്റെ പ്രവൃത്തി പിന്നീട് ജനങ്ങൾ അത് പ്രശംസിച്ചു. അത് അയാളെ ഒരു കോമാളിയാക്കി. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, അതായത് അഹമ്മദികളിൽ ഏത് രീതിയിലാണ് ദീനിനെ സംബന്ധിച്ചുള്ള വേദന ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു സംഭവം മുസ്ലിം മൗദ് പറയുന്നു. ഒന്നാമതായി റിപ്പോർട്ട് വരുന്നു, പോകുന്നു. ചില ആളുകൾ അന്യപണ്ഡിതന്മാർ ജമാഅത്തിനെയും മുതിർന്നവരെയും ചീത്ത വിളിക്കുന്ന സ്ഥലത്ത് പോകുന്നു. ഒന്നാമതായുള്ള ചോദ്യം, എവിടെയാണ് ചീത്ത വിളിക്കുന്നത്? അവിടെ മനുഷ്യൻ പോകുന്നത് എന്തിനാണ്? എതിരാളികൾ പ്രസംഗിക്കുമ്പോൾ ചില അഹമ്മദികൾ അത് കേൾക്കാൻ വേണ്ടി പോകുന്നു. അവർ അവിടെ പോകുന്നത് മൂലം മനസ്സിലാകുന്നത് അവർ ശരിയായ ആദരവിന്റെ സ്ഥാനത്തല്ല നിലകൊള്ളുന്നത് എന്നാണ്. കാരണം ആരുടെയെങ്കിലും മനസ്സിൽ ഈ ആഗ്രഹമുണ്ടാകുമോ? അതായത്, ഇന്ന സ്ഥലത്ത് എന്റെ പിതാവിനെ ചീത്ത പറയുന്നുണ്ട്, അത് ഞാൻ പോയി കേൾക്കട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു, ഇന്ന സ്ഥലത്ത് നിന്റെ മാതാവിനെ ചീത്ത വിളിക്കുന്നുണ്ട്, കേട്ട ഉടൻ ചെരുപ്പ് എടുത്തുകൊണ്ട് ഓടുമോ? എത്ര മോശപ്പെട്ട ചീത്തയാണ് പറയുന്നത് കേട്ടിട്ട് വരാമെന്ന് തോന്നുമോ? നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ മാന്യതയുണ്ടെങ്കിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെയും തങ്ങളുടെ ഇമാമിനെയോ മറ്റു മുതിർന്നവരോ ചീത്ത പറയുന്നത് കേൾക്കാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾ അവിടെ പോകുന്നത് മൂലം നിങ്ങളുടെ ഉള്ളിൽ മാന്യത ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആദരവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ ഓർക്കുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ആര്യ സമാജക്കാർ ലാഹോറിൽ ഒരു ജലസ സംഘടിപ്പിച്ചു. ആ മഹാത്മാവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത്, താങ്കൾ അവിടെ വായിക്കുന്നതിനായി ഒരു പ്രബന്ധം എഴുതിയാലും. ആ മഹാത്മാവ് പറഞ്ഞു, നാം ഇവരുടെ ശീലത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്നവനാണ്. ഇവർ തീർച്ചയായും ചീത്ത വിളിക്കുന്നതാണ്. അത് കാരണം നാം അവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതല്ല. എന്നാൽ ഡോക്ടർ മിർസ യാക്കൂബ് ബേഗ് സാഹിബ് ലാഹോറിലെ മറ്റു സുഹൃത്തുക്കളും അവരെ വരവേറ്റുകൊണ്ട് ആര്യസമാജികൾ തൃപ്തിപ്പെടുത്തിയിരുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ പദ്ധതികൾക്ക് പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. അതിനാൽ ആര്യസമാജികളുടെ പെരുമാറ്റത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് തീർച്ചയായും എഴുതണം. അതുമൂലം ഇസ്ലാമിന് വളരെയധികം പ്രയോജനമുണ്ടാകുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അവർ പറഞ്ഞത് അംഗീകരിച്ചു. പ്രബന്ധം എഴുതി തയ്യാറാക്കി ഖലീഫ അവലിനെ വായിക്കാനായി ലാഹോറിലേക്ക് അയച്ചു. അദ്ദേഹം പറയുന്നു, ഞാനും ഒപ്പം പോയിരുന്നു. മുസ്ലിം മൗദ് പറയുന്നു, ഞാനും ഒപ്പം പോയിരുന്നു. മറ്റു ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവിടെ മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രബന്ധം വായിക്കപ്പെട്ടു. അതിൽ സ്നേഹത്തിന്റെയും മമതയുടെയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ആര്യ സമാജി പ്രബന്ധം വായിച്ചു. അതിൽ ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ മലീമസമായ വാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളും ആര്യ സമാജികളും ഉന്നയിക്കാറുള്ള എല്ലാ ദുഷിച്ച ആരോപണങ്ങളും അതിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നും ഞാൻ എന്റെ വീഴ്ചയിൽ ദുഃഖിക്കുന്നു. എന്റെ കൂടെ ഒരു സാഹിബ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഓർമ്മയില്ല. ആര്യസമാജി വൃത്തിഹീനമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, എനിക്കിത് കേൾക്കാൻ സാധിക്കുന്നതല്ല, അതിനാൽ പോവുകയാണ്. എന്നാൽ എന്റെ അടുത്തിരുന്ന ആ വ്യക്തി പറഞ്ഞു, ഹദ്റത്ത് മൗലവി സാഹിബും മറ്റു പണ്ഡിതന്മാരും ഇരിക്കുകയാണ്, എഴുന്നേറ്റ് പോകുന്നത് ശരിയായിരുന്നുവെങ്കിൽ അവർ എഴുന്നേക്കില്ലേ? അവിടെ ഹൃദയത്തിൽ എന്താണെന്ന് അവർക്കറിയാം. എന്നാൽ ഞാനിവിടെ ഇരിക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, വഴികളെല്ലാം അടക്കപ്പെട്ടിരിക്കുന്നു, വാതിൽ ആളുകൾ നിൽക്കുന്നു, മധ്യത്തിലൂടെ താങ്കൾ എഴുന്നേറ്റ് പോയാൽ ബഹളമുണ്ടാകുന്നതാണ്, കലഹമുണ്ടായേക്കാം, നിശബ്ദനായി അവിടെ ഇരിക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ അംഗീകരിച്ചു, അവിടെ ഇരുന്നു. എന്നാൽ എന്നും ഞാൻ അതിൽ ദുഃഖിക്കുന്നു. എന്റെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞ ഒരു ചിന്ത ജനിക്കുകയും അള്ളാഹുവാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല? ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഈ കാര്യം, അതായത് ജലസയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറഞ്ഞുവെന്ന് കേട്ടപ്പോൾ ആ മഹാത്മാവ് വളരെയധികം നീരസം പ്രകടിപ്പിച്ചു. ഖലീഫ അവലിനോടും നീരസം കാണിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ നിഷേധം കാണിച്ച് എഴുന്നേറ്റില്ല? ഒരിക്കലും അതിൽ ക്ഷമിക്കേണ്ടതില്ല. എന്തായാലും പലതവണ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം നീരസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. പറയുന്ന മൗലവി മുഹമ്മദ് ഹസൻ സാഹിബ് ജലസയിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഞാൻ ഓർക്കുന്നു, പിന്നാലെ അദ്ദേഹം അനുഗമിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളെ പിന്താങ്ങുകയും കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു, ജഹൂലായി പോയി, ജഹൂലായി. അദ്ദേഹം പറയുന്നു, ജഹൂൽ എന്ന പദം ആദ്യമായി ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. പലതവണ ഇത് പറയുന്ന കാരണത്താൽ ചിരി വന്നിരുന്നു.
ജഹൂലിന്റെ അർത്ഥം തെറ്റുപറ്റിപ്പോയി, മറവി സംഭവിച്ചുപോയി എന്നെല്ലാമാണ്. വ്യസനവും പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം ജഹൂലായി എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം മാപ്പ് നൽകി. അദ്ദേഹം പറയുന്നു, നമുക്കായി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ തീരുമാനം നിലവിലുണ്ട്. അതിനാൽ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ അദ്ദേഹം പറയുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. ഈ ചീത്ത വാക്കുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. കാരണം ജമാഅത്തിനായുള്ള പിന്തുണയുടെ ഭാഗമാണിത്, ചീത്ത വിളിക്കുക എന്നത്. ആ സമയത്ത് ആ മജ്‌ലിസിൽ ഇരിക്കുക എന്നതും എല്ലാവരും അവിടെ പോവുകയുമല്ല വേണ്ടത്. കേൾക്കുന്നവർ റെക്കോർഡ് ചെയ്ത് സുരക്ഷിതമാക്കുന്നവർ അവിടെ പോവുക. എന്നാൽ അവിടെ പോവുകയും മജ്‌ലിസിൽ ഇരിക്കുകയും ചെയ്യുക എന്നത് ആ മജ്‌ലിസിന്റെ വികാരത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, നമ്മെ സംബന്ധിച്ച് എതിരാളികൾ എഴുതുന്നതിന് മറുപടി നൽകുന്നതിന് നാം നിർബന്ധിതരാണ്. കാരണം വരുന്ന തലമുറയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ മജ്‌ലിസിൽ പോയി ഇരിക്കുന്നത് മൂലം വരും തലമുറയ്ക്കോ ഇന്നത്തെ സമൂഹത്തിനോ യാതൊരു ലാഭവും ഉണ്ടാകില്ല. അങ്ങനെയുള്ള മജ്‌ലിസിൽ പോകുന്നവർ മാന്യതയാണ് നശിപ്പിക്കുന്നത്. അതിനാൽ ജമാഅത്തിലെ സുഹൃത്തുക്കളെ ഞാൻ ഉണർത്തുകയാണ്, ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെയുള്ള മജ്‌ലിസിൽ പോകാതിരിക്കുക. അതിൽ ഇന്നും ഈ കാര്യം നമ്മുടെ മുതിർന്നവർക്കും യുവാക്കൾക്കും ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള മജ്‌ലിസുകളിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അനുസരിച്ച് എഴുന്നേറ്റ് വരേണ്ടതാണ്. അള്ളാഹു നമ്മെ ശരിയായ തീരുമാനമെടുക്കുന്നതിനും ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിലെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ചുമ മാറിയ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു സാഹിബ് എഴുതിയുണ്ടായി, ഞാൻ ഖുതുബയിൽ വിവരിച്ച അതിൽ പഴത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ആപ്പിളിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇൽഹാം പുലരേണ്ടതായിരുന്നു, അത് പുലർന്നു. എന്നാൽ ഈ രണ്ട് കാര്യവും വിവരിക്കുന്നുണ്ട്. ആ ആപ്പിളിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ആദ്യം പഴം തിന്നപ്പോൾ ഞാൻ തടഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് കൊണ്ടുവന്നതായിരുന്നു. സാധാരണ മനുഷ്യനും അത് കഴിച്ചാൽ ചുമയുണ്ടാകാൻ സാധ്യതയുള്ളതും അത്രമാത്രം കയ്പുള്ള ആപ്പിളായിരുന്നു. എന്നാൽ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു എനിക്ക് ഇൽഹാം നൽകിയിരിക്കുന്നു, ചുമ മാറുന്നതാണ്. അതിനാൽ ഞാൻ ഇഷ്ടമില്ലായിരുന്നിട്ടും കയ്പുള്ള ആപ്പിൾ കഴിച്ചു. ഏതായാലും യഥാർത്ഥ വസ്തുത അള്ളാഹു പറഞ്ഞതാണ്. അതായത് ദുആയിലൂടെ ഇതിന്റെ ചികിത്സ നടന്നിരിക്കുന്നു, മറ്റൊന്നും അതിൽ പ്രഭാവം ചെലുത്തുന്നതല്ല. അതിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാനത് പറയാനുള്ള കാരണം, ഒരു കത്ത് എനിക്ക് വന്നു. പിന്നാലെ മറ്റാളുകളും ഈ സംഭവം വായിച്ച് കത്ത് അയക്കണ്ട എന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ ആഴ്ച ഈ സംഭവം എന്റെ മുന്നിലുണ്ടായിരുന്നു, എന്നാൽ ഞാൻ വായിച്ചിരുന്നില്ല. ഏതായാലും പഴത്തിനെയും ആപ്പിളിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടിനെയും കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കാരം നിർവഹിക്കുന്നതാണ്. നമ്മുടെ ദർവേഷ് ഹാജി മൻസൂർ അഹമ്മദ് സാഹിബിയുടേതാണ്. മെയ് 1 85-ാമത്തെ വയസ്സിൽ കാദിയാനിൽ വെച്ച് വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ജാഗ്രിയ ജില്ല സിയാൽകോട്ടിൽ 1929 ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് നിസാമുദ്ദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. മാതാവും സഹാബിയായിരുന്നു. പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തന്റെ സഹോദരനോടൊപ്പം ഫർണിച്ചർ ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. അത് അഭ്യസിച്ചു. 1947 പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ കാദിയാനിലേക്ക് ഖുദ്ദാമികളെ വിളിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ പദ്ധതിയിൽ മർക്കസിനെ സംരക്ഷിക്കുന്ന ചുമതല ഏറ്റുവാങ്ങാനായി 25 മൈൽ കാൽനടയായി യാത്ര ചെയ്ത് ആഴമുള്ള വെള്ളത്തിലൂടെ നീന്തി രത്തംബാഗ് ലാഹോറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് വളരെ പ്രയാസപ്പെട്ട് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ 1947 കാദിയാനിലെത്തി. ആദ്യകാല ദർവേഷികൾ ഉൾപ്പെട്ടുകൊണ്ട് അതിശക്തമായ എതിർപ്പിന്റെ കാലത്ത് ധൈര്യത്തോടെ സേവനമനുഷ്ഠിച്ചു. ആദ്യകാലത്ത് മഴ കാരണം ചില മേൽക്കൂരകൾ തകർന്നുപോയിരുന്നു, ഭിത്തികൾ വീണു. അദ്ദേഹത്തിന് അതിന്റെ വശമുണ്ടായിരുന്നു. അദ്ദേഹം അതിനെയെല്ലാം പുനർനിർമ്മിച്ചു. ഇങ്ങനെ പല സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു. ഏതൊരു ജോലിയാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്, അദ്ദേഹം വളരെ സന്തോഷത്തോടെ അധ്വാനത്തോടെ അത് പൂർത്തീകരിച്ചിരുന്നു. അതിൽ ബിഷ്തി മക്ബറയുടെ മതിൽ നിർമ്മാണവും ലൈബ്രറിയുടെ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. കാദിയാന്റെ അന്തരീക്ഷത്തെ സമാധാനപരമാക്കി വെക്കുന്നതിനായി അദ്ദേഹം അന്യമതസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചു. തന്റെ ഉന്നത സ്വഭാവ ഗുണത്താൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം നല്ലൊരു ശില്പിയായിരുന്നു. സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശാരി എന്നത് കൂടാതെ തടിയുടെ എല്ലാവിധ ജോലിയും ചെയ്തിരുന്നു.
ആവശ്യാനുസരണം തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അതിനായി നല്ല മാർഗങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന് മിനാരത്തുൽ മസീഹിൽ മാർബിൾ ഘടിപ്പിക്കാനുള്ള സൌഭാഗ്യം ലഭിക്കുകയുണ്ടായി. മാർബിളിന്റെ ഭാരമേറിയ കഷ്ണങ്ങൾ മുകളിലേക്ക് ഉയർത്തുവാനായി അദ്ദേഹം തടികൊണ്ടുള്ള ഒരു നാടൻ യന്ത്രം നിർമ്മിച്ചു. ആ സമയത്ത് മുകളിലേക്ക് ഉയർത്താൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിൽ മിനാരത്തിന്റെ എല്ലാ ഭാഗത്തും മാർബിൾ പതിച്ചു. മുകളിലെ കുമ്പത്ത് നിർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് ഈ ജോലിയും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുകയുണ്ടായി. അതുപോലെ ശ്രീനഗർ, ജമ്മു, മസ്കാനിലെ മസ്ജിദ്, ഡൽഹിയിലെ മിഷൻ ഹൌസും മസ്ജിദും അസാധാരണമായ നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹിക്മത്തോടുകൂടി നിർവഹിക്കാൻ തൗഫീക്ക് ലഭിച്ചു. വർഷം തോറും ജലസ സലാനയിൽ പന്തൽ നിർമ്മിക്കാനുള്ള ജോലി ചെയ്തിരുന്നു. ജമാഅത്തിന്റെ സമ്പത്തിനെക്കുറിച്ച് നല്ല വിചാരമുണ്ടായിരുന്നു. എപ്പോഴും നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. 1992 ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അവസാനം വരെ ജമാഅത്തിന്റെ എല്ലാ പരിപാടികളും പങ്കെടുത്തിരുന്നു. ഉന്നതമായും മഹനീയമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. പത്നിയും ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങൾ നന്ദിയോടെ ജീവിതം കഴിച്ചുകൂട്ടി അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹത്തിന് 6 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. എല്ലാവരും വിവാഹിതരാണ്. അവർക്ക് മക്കളുമുണ്ട്. 2 ആമക്കൾ മധ്യവയസ്സകാലത്ത് വഫാത്താകുകയുണ്ടായി. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ ഭാര്യയും വഫാത്തായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. തലമുറകളെയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ജുമാ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.